വർഷങ്ങളായിട്ട് മലബന്ധവും ഗ്യാസും ദഹന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ട് കേൾക്കണം. ഈ സാധാരണഗതിയിൽ മലബന്ധമോ ഇല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളോ നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ എല്ലാവർക്കും വരാം. നമ്മുടെ ഭക്ഷണ രീതികളായിട്ട് ബന്ധപ്പെട്ടോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളെ കൊണ്ടിട്ടൊക്കെ മലബന്ധം അല്ലെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് പോകാണ്ടിരിക്കുകയോ ഗ്യാസിൻ്റെ പ്രശ്നമോ താഴത്തൂടെ കുറേ ഗ്യാസ് പോവുകയോ ചെയ്യാം. പക്ഷേ ഇത് മാസങ്ങളും വർഷങ്ങളും നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയാൽ തന്നെ ഒരുമാതിരിപ്പെട്ടവരുടെയൊക്കെ മലബന്ധ പ്രശ്നം മാറും. ഈ മലബന്ധം ഉണ്ടാക്കുന്ന പ്രധാന കാര്യങ്ങൾ, ഒന്ന് കുറച്ചിട്ട് വെള്ളം കുടിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക. ഒരു 2-2.5 ലിറ്ററൊക്കെ കുടിക്കേണ്ട ആളുകൾ 1-2-3 ഗ്ലാസ്സൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മലബന്ധം ഉണ്ടാവും. അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തീരെ കുറച്ച് കഴിക്കുക, അതും ഈ മലബന്ധം ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. പിന്നെ ടെൻഷൻ കൂടുതലുള്ള ആളുകൾ, എപ്പോഴും സമ്മർദ്ദവും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും ഇതുപോലെ മലബന്ധം എളുപ്പത്തിൽ വരാം. പിന്നെ ചില മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്കും ഈ പറഞ്ഞ അതിനോടനുബന്ധിച്ചിട്ട് മലബന്ധം വരാം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വരാം. പിന്നെ ഉറക്കക്കുറവ് ഒരു പ്രധാന ഒരു കാരണമാണ് ഈ മലബന്ധം ഉണ്ടാവുന്നതിൽ. അപ്പോൾ കുറച്ച് നാളുകളൊക്കെ നമുക്ക് മലബന്ധമുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വെള്ളം നല്ലപോലെ കുടിക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ ഫൈബറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നിട്ടും മലബന്ധമുണ്ട്, ഉറക്കമൊക്കെ കൃത്യമായിട്ട് പോലും മലബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ മലം പോകുന്ന സമയത്ത് നമുക്ക് വേദനയോ ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് വെയിറ്റ് ചെയ്ത് പോകേണ്ട അവസ്ഥ വരിക, വെയിറ്റ് കുറയുന്നതായിട്ട് തോന്നുക, ബ്ലഡോ അതുപോലെ കഫം പോലെയൊക്കെ കാണുക എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കണം. കാരണം എന്ന് വെച്ചാൽ ചില അസുഖങ്ങളും നമുക്ക് മലബന്ധം ഉണ്ടാക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് തൈറോയ്ഡ് രോഗങ്ങളാണ്. ഹൈപ്പോതൈറോയിഡിസം അതിൽ ഒരു പ്രധാനിയാണ്. പിന്നെ IBS എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ഡോക്ടർമാരുടെയും സംസാരങ്ങളിൽ IBS ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ വൻകുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതലും ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ ഗണത്തിൽ വരുന്നത്. നമ്മൾ ഈ വൻകുടലിലെ പോളിപ്പുകളോ എന്തെങ്കിലും ഗ്രോത്തുകളോ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഈ മലബന്ധം ഉണ്ടാക്കും. അപ്പോൾ ഈ മലബന്ധം ഒരു നിസ്സാരമാണെന്ന് കരുതിയിട്ട് വർഷങ്ങളോളം അതിങ്ങനെ കൂടെ കൊണ്ടു നടക്കരുത്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും മലബന്ധം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാഗ് സിംറ്റംസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. വെള്ളം കുടി അതിൽ വളരെ പ്രധാനമാണ്. നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ.